നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ബ്രഹ്മദാസ്. നമുക്കിന്ന് SEO ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകളുടെ ചാനലിൽ നമ്മൾ ഇന്ന് പ്രസന്റ് ചെയ്യുന്ന വീഡിയോ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടോ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടോ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം വേണ്ട നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ചർച്ച ചെയ്യുന്നത്. തുടക്കത്തിൽ നമ്മൾ ഏത് തരത്തിലുള്ള ഒരു ബിസിനസ്സിനെയാണ് പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നോക്കിയിട്ട് അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു ബിസിനസ് പ്രൊമോട്ട് ചെയ്യത്തക്ക ഒരു റിസോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ചില പ്രൊഫഷണൽ നെറ്റ്വർക്കുകൾ ഒക്കെ വളരെ ഉചിതമായിരിക്കും. പ്രൊഫഷണൽ സർവീസ് ഒക്കെ ഓഫർ ചെയ്യുന്ന ഒരു ബിസിനസ്സിനെയോ വെബ്സൈറ്റിനെയോ പ്രൊമോട്ട് ചെയ്യാൻ ലിങ്ക്ഡിൻ പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ വളരെ ഉപകാരപ്രദമാകുന്നത് പോലെ ഫേസ്ബുക്ക് പോലെയോ ഇൻസ്റ്റാഗ്രാം പോലെയുള്ള ജനറലായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയകൾ വളരെ യൂസ്ഫുൾ ആകാറില്ല. പക്ഷെ നമ്മൾ ചില കാറ്റഗറിയിൽ ഒരു ലെഷർ, ട്രാവൽ, ടൂറിസം അങ്ങനെയുള്ള കാറ്റഗറിയിലൊക്കെ നമുക്ക് എപ്പോഴും ഫേസ്ബുക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു റിസോഴ്സാണ്. ജനറലായിട്ട് ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്ന, അപ്പോൾ നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിലാണോ സെലക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് പ്ലാറ്റ്ഫോം വഴിയാണ് ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് അനുയോജ്യമായിട്ടുള്ള കസ്റ്റമേഴ്സ്, പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഏത് തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലാണ് സ്പെൻഡ് ചെയ്യാറുള്ളത്. നമുക്കറിയാം, സോഷ്യൽ മീഡിയ മില്യൺസ് ഓഫ് ഇൻ്റർനെറ്റ് യൂസേഴ്സിനിടയ്ക്ക് ഒരുപാട് ആൾക്കാർ മണിക്കൂറിലോളം സ്പെൻഡ് ചെയ്യുന്ന ഒരു റിസോഴ്സാണ് സോഷ്യൽ മീഡിയ. ആൾക്കാർ പല രീതിയിൽ സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കാറുണ്ട്. ചില ആൾക്കാർക്ക് അതൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ആയിരിക്കാം, ചില ആൾക്കാർക്ക് അതൊരു ബിസിനസ് പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളായിരിക്കാം. ഞാനത് സോഷ്യൽ മീഡിയകൾ ആൾക്കാർക്ക്, ബിസിനസ് ഓണേഴ്സിനെ വെബ്സൈറ്റുകളെ പ്രൊമോട്ട് ചെയ്യാനും അവർക്ക് ബിസിനസ് ലീഡ് കൂട്ടാനും വേണ്ടി ഉപയോഗിക്കുന്ന ആളാണ്. പ്രൊഫഷണലി ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റർ ആയതുകൊണ്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായതുകൊണ്ട് സോഷ്യൽ മീഡിയകളായിട്ടുള്ള ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ലിങ്ക്ഡിൻ പോലെയുള്ള സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ ഉപയോഗിച്ചും അവർക്ക് അനുയോജ്യമായിട്ടുള്ള പേജുകൾ, അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്ത് അവരുടെ ബിസിനസ്സുകൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് സോഷ്യൽ മീഡിയ ആണോ സെലക്ട് ചെയ്യുന്നത് അതിനെപ്പറ്റി ഒരു റിസർച്ച് നമ്മൾ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. ഒരു കമ്പനിക്ക് വേണ്ടി ഒരു FB പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ എങ്ങനെയുള്ള കമ്പനികളാണോ ആ സ്ഥാപനത്തിന് കോമ്പറ്റീറ്റേഴ്സ് ഉള്ളത് അവരുടെ തന്നെ FB പേജുകളോ സാമ്പിൾസോ അവരെങ്ങനെയുള്ള പോസ്റ്റുകൾ ഇടാറുണ്ട്, എങ്ങനെയുള്ള ഡിസൈൻസ് ആണ് അവർ ഉപയോഗിക്കാറുള്ളത്, ഏത് തരത്തിലുള്ള കണ്ടൻസ് ആണ് അവരുടെ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കാറുള്ളത്, ഏത് രീതിയിലുള്ള ഡിസ്ക്രിപ്ഷനാണ്, എന്താണ് അവർ ആഡ് ചെയ്യുന്ന ഹാഷ്ടാഗുകൾ, ഇതൊക്കെ നമ്മളൊന്ന് റിസർച്ച് ചെയ്യാം. അവർക്ക് എത്രത്തോളം ഇൻട്രാക്ഷൻ കിട്ടാറുണ്ട്, എത്രത്തോളം പവർഫുള്ളാണ് ആ പേജുകൾ, എത്ര ഫോളോവേഴ്സ് ഉള്ള പേജുകളാണ്, എത്രത്തോളം വർഷം പഴക്കമുള്ളതാണ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് ചെയ്തതിന് ശേഷം ഒരു FB പേജ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാനും കുറച്ചുകൂടെ നല്ല ക്വാളിറ്റിയുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിന് അനുസരിച്ച് ഒരു റിസർച്ച് നടത്തിയതിന് ശേഷം പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ആ പ്ലാറ്റ്ഫോമുകൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന റിസോഴ്സുകളുടെ മാക്സിമം നമ്മൾ നല്ല രീതിയിൽ റിസർച്ച് ചെയ്യാം. ഉദാഹരണത്തിന് ഒരു ഫേസ്ബുക്ക് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ നെറ്റ്വർക്കാണ് ഒരു ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നതെങ്കിൽ, ഉപയോഗപ്പെടുത്താൻ പോകുന്നതെങ്കിൽ, ഫേസ്ബുക്കിനകത്ത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ഓർഗാനിക്കായിട്ട് അതിനകത്ത് നിന്ന് ഔട്ട്റീച്ച് കിട്ടാനോ നമ്മുടെ ബിസിനസ്സിന് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലുള്ള, ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഇൻട്രാക്ഷൻസ് ജനറേറ്റ് ചെയ്യാനോ, അതുപോലെ തന്നെ ആ ഇൻട്രാക്ഷൻസ് ഒരു എൻക്വയറി ആയിട്ട് മാറ്റാനോ, ആ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ബ്രാൻഡിങ്ങിന് വേണ്ടി ആ ഫേസ്ബുക്ക് പേജ് മെയിൻറ്റെയിൻ ചെയ്യാനോ ഒക്കെ നമുക്ക് നല്ല രീതിയിൽ റിസർച്ച് നടത്തി അതിനെ മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. കൂടുതൽ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകൾ ഒരേ സമയത്ത് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് പ്രോപ്പറായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രോസസ്സ് നടക്കാതെ പോകും, വളരെ എഫക്റ്റീവായിട്ട് അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കാതെ പോകും എന്നുള്ളതാണ് വസ്തുത. അവിടെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊഫഷണലി ചെയ്യുന്ന ആൾക്കാരെ സെലക്ട് ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം. അവർക്ക് പല സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളും അതിനകത്തുള്ള സാധ്യതകൾ, അതിനകത്ത് ഓർഗാനിക്കായിട്ട് കിട്ടുന്ന പ്രൊമോഷൻ ആക്ടിവിറ്റി, വിസിബിലിറ്റി, ഇൻട്രാക്ഷൻസ്, എൻഗേജ്മെൻറ്റ്സിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാകാം.
ഓഡിയൻസിനെ സെലക്ട് ചെയ്യുന്നതിനകത്തായാലും, അതുപോലെ തന്നെ അതിനകത്ത് പെയ്ഡ് പ്രൊമോഷൻസ് ആക്ടിവിറ്റീസ് പലതരത്തിലുള്ള ഫേസ്ബുക്ക് തന്നെ സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ബൂസ്റ്റ് പോസ്റ്റ്, അതുപോലെ തന്നെ പേജ് പ്രൊമോഷൻ, അതുപോലെ തന്നെ ലോക്കലി പ്രൊമോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ, വെബ്സൈറ്റിലേക്ക് ട്രാഫിക് ജനറേറ്റ് ചെയ്യുന്ന പലതരത്തിലുള്ള പെയ്ഡ് ക്യാമ്പയിൻസിനെയൊക്കെ ഉപയോഗപ്പെടുത്താൻ ഒരു പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരാളിന് സാധിക്കും. എന്നാൽ ഒരു ഇൻഡിവിജ്വൽ അവരുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നോർമലി അവരെ എല്ലാ പ്ലാറ്റ്ഫോമുകളും സെലക്ട് ചെയ്യാനാണ് കൂടുതൽ ചാൻസ് എങ്കിലും അത് വളരെ വിജയം കാണാതിരിക്കുന്നതിനുള്ള മെയിൻ കാരണം ഇത് തന്നെയാണ്. അവർ വിജയിക്കണമെങ്കിൽ അവർ ഒരു പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്യുക, അതിനകത്ത് അത് ഏറ്റവും ആപ്റ്റായിട്ടുള്ള പ്ലാറ്റ്ഫോം ആയിരിക്കണം എന്നുള്ളതൊരു വസ്തുത. അതിനുശേഷം ആ പ്ലാറ്റ്ഫോമിനകത്ത് നിന്ന് മാക്സിമം ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന റിസോഴ്സുകൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ഓർഗാനിക് ആയിട്ടുള്ള വിസിബിലിറ്റി ആയാലും ഞാൻ നേരത്തെ പറഞ്ഞ പെയ്ഡ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ആയാലും. അപ്പോൾ അത് വ്യക്തമായിട്ട് ചെയ്യുക. അതിൻ്റെ മാക്സിമം ഒരു ഉപയോഗപ്പെടുത്തൽ നടക്കുന്ന സമയത്ത് അവർക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇനി ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാകും. ഇൻസ്റ്റാഗ്രാം ബിസിനസ്സിന് വേണ്ടി പ്രൊമോട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരുപാട് സാധ്യതകളുണ്ടാകും. അപ്പോൾ അത് ഇൻസ്റ്റാഗ്രാമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ മാക്സിമം സാധ്യതകളെ പറ്റി പഠിക്കുകയും അത് നമ്മളുടെ ഓഡിയൻസിനെ കണ്ടെത്താൻ അവരുടെ മുമ്പിലേക്ക് നമ്മളെ പ്രൊഡക്റ്റുകളെയോ സർവീസുകളെയോ എത്തിച്ചു കൊടുക്കാൻ അനുയോജ്യമാണെന്ന് റിസർച്ച് ചെയ്യുക, ആപ്റ്റ് ആണെന്ന് റിസർച്ച് ചെയ്യുക, അതിൻ്റെ മാക്സിമം ഉപയോഗപ്പെടുത്തൽ നടത്തുക. ഇതാണ് ഇതിനകത്ത് ശരിക്കും ചെയ്യേണ്ട കാര്യം. പ്രോപ്പറായിട്ട് അതിനെക്കുറിച്ചുള്ള ഐഡിയാസ് അറിയാം. ഇപ്പോൾ ഫേസ്ബുക്ക് ക്യാമ്പയിൻ കണ്ടക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴി ഒരു ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാനോ ശ്രമിക്കുന്ന ഒരാളിന് ചിലപ്പോൾ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാകത്തില്ലെങ്കിൽ അത്ര വിജയകരമാകണമെന്നില്ല. ഫേസ്ബുക്ക് നമ്മൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതല്ലേ, നമുക്കെല്ലാം അറിയുന്ന സോഷ്യൽ മീഡിയ അല്ലേ, നമുക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് തന്നെ വർഷങ്ങൾ ഒരുപാടായി, 10-12 വർഷമായിട്ട് ഫേസ്ബുക്കിനകത്ത് നമ്മൾ നല്ലോണം സമയം സ്പെൻഡ് ചെയ്യാറുണ്ടെന്നൊക്കെയുള്ള രീതിയിൽ ഇരുന്നിട്ട് ഫേസ്ബുക്കിൻ്റെ പ്രൊമോഷൻ ക്യാമ്പയിൻസ് ഒന്നും കണ്ടക്ട് ചെയ്യാൻ അറിയണമെന്നില്ല. പ്രത്യേകിച്ച് ഫേസ്ബുക്കിനകത്ത് ഇപ്പോൾ ക്യാമ്പയിൻസ് കണ്ടക്ട് ചെയ്യുന്നത് നേരത്തെ പോലെ അത്ര ലളിതവുമല്ല. ഇപ്പം മെറ്റാസ്യൂട്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു റിസോഴ്സ് ഫേസ്ബുക്ക് തുറന്നതിന് ശേഷം 2021 ഒക്ടോബർ മുതൽ മെറ്റാസ്യൂട്ട് വന്നതിന് ശേഷം അതിനകത്ത് ഫേസ്ബുക്ക് അക്കൗണ്ട്, പേജിനകത്തുള്ള സെറ്റിങ്സ്, ആഡ് അക്കൗണ്ടിൻ്റെ സെറ്റിങ്സ്, ബിസിനസ് അക്കൗണ്ടിൻ്റെ സെറ്റിങ്സ്, അതിനകത്ത് തന്നെ അസസ് ആൾക്കാർക്ക് അസറ്റുകൾ കൊടുക്കുന്നത്, അതിൻ്റെ അസസ് കൊടുക്കുന്നത്, അതുമായിട്ട് ഇൻസ്റ്റാഗ്രാം ലിങ്ക് ചെയ്യുന്നത്, വാട്സപ്പ് ലിങ്ക് ചെയ്യുന്നത്, ഇതൊക്കെ ലിങ്ക് ചെയ്ത് ഇതിൻ്റെ പേയ്മെൻറ്റും പ്രോസസ്സും ഒരിടത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ക്യാമ്പയിൻ തന്നെ പല റിസോഴ്സുകളിൽ പ്രചരിപ്പിക്കുക, ആപ്റ്റായിട്ടുള്ള രീതിയിൽ അതിനെ കൺവേർട്ട് ചെയ്യുക, അതിനകത്ത് ഓഡിയൻസ് സെലക്ട് ചെയ്യുക, അങ്ങനെ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ അത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ വ്യക്തമായിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളൊരു ഇൻഡിവിജ്വലായിട്ട് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കാനും പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ പഠിക്കുന്നത് വളരെ ഉചിതമായിരിക്കും. ഇനി നമ്മൾ ബാക്കി പ്ലാറ്റ്ഫോമുകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ പ്രൊഫഷണൽ നെറ്റ്വർക്കുകളുടെ ഒരു വലിയ ഒരു നെറ്റ്വർക്കാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊഫഷണൽ നെറ്റ്വർക്ക് ആയതുകൊണ്ട് ലിങ്ക്ഡിനകത്ത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരുപാട് സാധ്യതകളുണ്ട്. പ്രൊഫഷണൽ സർവീസുകളൊക്കെ കൊടുക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ സെലക്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് നമ്മളുടെ ബിസിനസ്സിന് അനുയോജ്യമായിരിക്കണം. അതിനെക്കുറിച്ച് കീനായിട്ടുള്ള ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കാനും നമുക്ക് സാധിക്കും. കൃത്യമായിട്ടുള്ള ഒരു ധാരണ വെച്ചുകൊണ്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയകളെ നമ്മുടെ ബിസിനസ് പ്രൊമോഷന് വേണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ ബിസിനസ് ഗ്രോത്ത് ഇങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അല്ലാത്ത മുറയ്ക്ക് നമ്മൾ അതിൽ എത്ര കണ്ട് പരിശ്രമിച്ചു കഴിഞ്ഞാലും നമ്മളെ ഗ്രോത്തും റിസൾട്ടിനും വലുതായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ് നമ്മളെ ഗ്രോത്ത് ഗ്രാഫിൽ ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഈ പബ്ലിഷ് ചെയ്തിരിക്കുന്ന വീഡിയോയുടെ കണ്ടന്റിൻ്റെ ഈ വീഡിയോയ്ക്കകത്ത് തന്നെ ഈ വീഡിയോയുടെ മുകളിലായിട്ട് ഒരു ഫേസ്ബുക്കിൻ്റെ പേജ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ബേസിക് സ്റ്റെപ്പുകളൊക്കെ എൻ്റെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന ക്ലാസ്സിൻ്റെ റെക്കോർഡഡ് വീഡിയോ ഞാൻ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്ക് പേജൊക്കെ ക്രിയേറ്റ് ചെയ്യുകയും അതിനെ കസ്റ്റമൈസ് ചെയ്യുകയും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെ പറ്റിയുള്ള അറിവ് വേണമെന്നുള്ളവർക്ക് ഇതിൽ ലിങ്ക് ചെയ്തേക്കുന്ന അക്കൗണ്ട്, ഈ വീഡിയോയ്ക്കകത്ത് ലിങ്ക് ചെയ്തേക്കുന്ന ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കുന്ന ലിങ്കോ അതുപോലെ തന്നെ മുകളിൽ കാർഡിൽ കൊടുത്തേക്കുന്ന ലിങ്കോ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യാവുന്നതാണ്. സിമിലർലി നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി സോഷ്യൽ മീഡിയകളെ ഉപയോഗപ്പെടുത്താനൊക്കെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോസ് കാണുകയും അതിനകത്ത് കൂടുതൽ വീഡിയോസ്, പുതിയ വീഡിയോസ് കാണുന്നതിലേക്ക് വേണ്ടിയിട്ട് ഇതിനകത്ത് സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ വീഡിയോകൾ പബ്ലിഷ് ചെയ്യുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. സിമിലർലി നമ്മുടെ വീഡിയോ ചാനലിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന കഴിഞ്ഞ മുമ്പിലുള്ള കുറച്ച് SEO ടെക് റിലേറ്റഡ് വീഡിയോസ് ആണ്. അതിൽ കിട്ടിയിരിക്കുന്ന റെസ്പോൺസിനും വിസിറ്റിനും ഇൻട്രാക്ഷനും ഒക്കെ വളരെ നന്ദിയുണ്ട്. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.
I'm Brahmadas signing off. Bye bye.